ഹലോ ഡിയർ കോഡ് ലേണേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോഡ് ലേണർ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് പ്രോഗ്രാമിംഗ് എക്സസൈസസ് ആണ്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ജാവയുടെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് കുറച്ച് ബേസിക് ആയിട്ടുള്ള ഒരു 5 പ്രോഗ്രാംസ് ഒന്ന് ചെയ്ത് നോക്കാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യന് പ്രോഗ്രാം ടു പെർഫോം ഡിഫറെൻറ്റ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഓൺ 2 വേരിയബിൾസ്. അതായത് 2 ഇൻപുട്ട് വാല്യൂസ് കീബോർഡിൽ നിന്ന് റീഡ് ചെയ്തിട്ട് അതിന് മേലെ ഡിഫറെൻറ്റ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, അതായത് ഡിഫറെൻറ്റ് അരിത്മെറ്റിക് ഓപ്പറേഷൻസ് ലൈക്ക് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇതൊക്കെ എങ്ങനെ പെർഫോം ചെയ്യാനുള്ളത് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യന് ഒരു കാൻഡിഡേറ്റിൻ്റെ ഏജ് എൻ്റർ ചെയ്തിട്ട് ആ കാൻഡിഡേറ്റ് വോട്ട് ചെയ്യാൻ എലിജിബിൾ ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം ലോജിക് ഒന്ന് നോക്കാം. അതായത് ഈഫ് ലോജിക് യൂസ് ചെയ്തിട്ട് എങ്ങനെ ജാവ പ്രോഗ്രാമിംഗ് ചെയ്യാനുള്ളതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനുള്ളത്. മൂന്നാമത്തെ ക്വസ്റ്റ്യന് ഒരു നമ്പർ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പർ പ്രൈം നമ്പർ ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ്. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് ഒരു നമ്പർ ഇൻപുട്ട് ചെയ്യുന്ന നമ്പർ പ്രൈം ആണോ അല്ലേ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനുള്ളത് ഒരു സ്ട്രിങ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ട്രിങ് പാലിൻഡ്രോം ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. പിന്നെ അത് കഴിഞ്ഞ് വരുന്ന ക്വസ്റ്റ്യന് ഒരു സ്ട്രിങ് എൻ്റർ ചെയ്യുക, ദെൻ ഒരു ക്യാരക്ടർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ക്യാരക്ടർ ആ സ്ട്രിങ്ങിനകത്ത് എത്ര ടൈംസ് ഒക്കർ ചെയ്യേണ്ടതെന്നുള്ള കൗണ്ട് നമുക്ക് പ്രിൻ്റ് ചെയ്യാം. അപ്പോൾ ഈ 5 ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ചെയ്യാനുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യന് പ്രോഗ്രാം ടു പെർഫോം ഡിഫറെൻറ്റ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, അതായത് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇതെല്ലാം ഒരു ജാവ പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാനുള്ളത് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നോട്ട് പാഡ് ടെക്സ്റ്റ് എഡിറ്ററാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ഏതെങ്കിലും പ്രോഗ്രാം ചെയ്യാൻ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് എഡിറ്റർ നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ നിങ്ങൾ വിൻഡോസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നോട്ട് പാഡ് യൂസ് ചെയ്യാം. ലിനക്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ടെർമിനൽ ഉണ്ട്, അല്ലെങ്കിൽ VI എഡിറ്റർ യൂസ് ചെയ്യാം, Gedit യൂസ് ചെയ്യാം, നാനോ എഡിറ്റർ ഉണ്ട്, Emac എഡിറ്റർ ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഏതെങ്കിലും എഡിറ്റർ യൂസ് ചെയ്യാം. വിൻഡോസ് ആണെങ്കിൽ നിങ്ങൾക്ക് നോട്ട് പാഡോ വേഡ് പാഡോ അല്ലെങ്കിൽ ഏതെങ്കിലും IDEs യൂസ് ചെയ്യാം. എക്ലിപ്സ് പോലുള്ള നെറ്റ് ബീൻസ് പോലുള്ള IDEs യൂസ് ചെയ്തിട്ടും പ്രോഗ്രാം ചെയ്യാം. ഇവിടെ ഞാൻ നോട്ട് പാഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. ക്ലാസ് എക്സാമ്പിൾ എന്ന് പേരുള്ള ഒരു ക്ലാസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മുടെ മെയിൻ ഫംഗ്ഷന് ഡിഫൈൻ ചെയ്യണം. സോ പബ്ലിക് സ്റ്റാറ്റിക് void മെയിൻ സ്ട്രിങ് ആർക്സ്, അതായത് കമാൻഡ് ലൈൻ ആർഗ്യുമെൻ്റ് ആണ് സ്ട്രിങ് ആർക്സ് എന്നുള്ളത്. യൂസറിന് ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കാം ആർക്സിന് പകരം. ഇവിടെ ഞാൻ ആർക്സ് എന്ന് പേര് കൊടുത്തുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രോഗ്രാം സ്ട്രക്ചർ. ഇതിനുള്ളിലാണ് നമ്മുടെ പ്രോഗ്രാം ലോജിക്ക് എഴുതേണ്ടത്. അപ്പോൾ നമുക്കിവിടെ 3 വേരിയബിൾസ് വേണം. അതായത് 2 വേരിയബിൾ വാല്യൂസ് കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യാനും ഒരു വേരിയബിൾ റിസൾട്ട് സ്റ്റോർ ചെയ്യാനും. അപ്പോൾ നമുക്ക് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാം. വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നതെല്ലാം സിയിൽ ഡിക്ലെയർ ചെയ്ത പോലെ തന്നെ അപ്പോൾ ഇവിടെ A, B, റിസൾട്ട് സ്റ്റോർ ചെയ്യാനും മൂന്നാമതൊരു വേരിയബിളും യൂസ് ചെയ്തു. ഇനി അതുപോലെ തന്നെ ഇവിടെ കീബോർഡിൽ നിന്ന് വാല്യൂ റീഡ് ചെയ്തിട്ടാണ് നിങ്ങൾ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ കീബോർഡിൽ നിന്ന് വാല്യൂ റീഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധാരണ C പ്രോഗ്രാം ആണെങ്കിൽ നിങ്ങൾക്ക് സ്കാൻഎഫ് എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. പക്ഷേ ഇവിടെ ലിനക്സിൽ ഡയറക്റ്റ് ആയിട്ട് സ്കാൻഎഫ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് വേണം വാല്യൂ റീഡ് ചെയ്യാൻ. നിങ്ങൾക്ക് പല മെത്തേഡ് ഉണ്ട്. അതിലൊരു മെത്തേഡാണ് ഇവിടെ പറയാൻ പോകുന്നത്. നമുക്ക് സ്കാനർ എന്നുള്ള ഒരു ക്ലാസ് ഉണ്ട്. സ്കാനർ അതിൻ്റെ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഒബ്ജക്റ്റിന്റെ പേര് SC എന്നാണ്. യൂസറിന് ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കാം. ന്യൂ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ് ജാവയിൽ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുക. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത സ്ലൈഡിനകത്ത് അടുത്ത വീഡിയോക്കകത്ത് ഡിസ്കസ് ചെയ്യാം. സോ സിസ്റ്റം ഡോട്ട് ഇൻ എന്ന് പറഞ്ഞാൽ കീബോർഡിൻ്റെ ഒരു ഒബ്ജക്റ്റ്, കീബോർഡ് ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു സ്കാനർ ഒബ്ജക്റ്റിനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രോഗ്രാമിനകത്ത് ഈ ഒരു സ്കാനർ എന്നുള്ള ക്ലാസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ഇമ്പോർട്ട് ചെയ്യണം. അതായത് ഇവിടെ ഇമ്പോർട്ട് ജാവ ഡോട്ട് യൂട്ടിൽ ഡോട്ട് സ്കാനർ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാക്കേജിൽ നിന്ന് സ്കാനർ എന്നുള്ള ക്ലാസ്സിനെ നിങ്ങളെ പ്രോഗ്രാമിനകത്തോട്ട് ഇമ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജാവ ഡോട്ട് യൂട്ടിൽ ഡോട്ട് സ്റ്റാർ എന്ന് കൊടുക്കാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാക്കേജിനകത്തുള്ള കംപ്ലീറ്റ് ക്ലാസ്സസും നിങ്ങളെ പ്രോഗ്രാമിനകത്തോട്ട് ഇമ്പോർട്ട് ആകും. ഇവിടെ നമുക്ക് സ്കാനർ എന്നുള്ള ക്ലാസ് മാത്രം മതി. അപ്പോൾ അത് സ്പെസിഫിക് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് യൂസറുടെ നിന്ന് വാല്യൂസ് റീഡ് ചെയ്യണം. അപ്പോൾ റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് യൂസറോട് പറഞ്ഞു കൊടുക്കണം വാല്യൂ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് println ഓഫ് enter the first number. അപ്പോൾ അത് ഫസ്റ്റ് നമ്പർ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഈ മെസ്സേജ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഈ ഒരു മെസ്സേജാണ് ഫസ്റ്റ് സ്ക്രീനിൽ പ്രിന്റ് ചെയ്ത് വരിക. അത് കണ്ട ഉടനെ തന്നെ യൂസർ എന്ത് ചെയ്യും, ഒരു നമ്പർ ഇൻപുട്ട് ചെയ്യും. ആ ഇൻപുട്ട് ചെയ്യുന്ന നമ്പർ A എന്നുള്ള വേരിയബിളിനകത്തോട്ട് റീഡ് ചെയ്യാം. അപ്പോൾ റീഡ് ചെയ്യുന്നത് ഈ ഒരു ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് സ്കാനർ ക്ലാസിൻ്റെ ഈ ഒരു ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് വേണം റീഡ് ചെയ്യാൻ. സോ SC ഡോട്ട് നെക്സ്റ്റ് ആണ് ഇൻറ്റിജർ വാല്യൂ റീഡ് ചെയ്യാൻ. ഇനി നിങ്ങൾ സ്ട്രിംഗ് ആണ് റീഡ് ചെയ്യുന്നതെങ്കിൽ നെക്സ്റ്റ് ലൈൻ ആണ് യൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് ഇൻറ്റിജർ വാല്യൂ ആണ്. സോ നെക്സ്റ്റ് ഇൻറ്റ്.
ഇതേപോലെ തന്നെ സെക്കൻഡ് നമ്പറും റീഡ് ചെയ്യാൻ ചോദിക്കാം. എൻ്റർ ദ സെക്കൻഡ് നമ്പർ. സോ SSC അത് ബിയിലോട്ടാണ് റീഡ് ചെയ്യേണ്ടത്. സോ B = SSC ഡോട്ട് നെക്സ്റ്റ് ഇൻഡ്. അപ്പോൾ 2 നമ്പർ റീഡ് ചെയ്തു. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുക്കാം. എൻ്റർ 2 നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കാം. എന്നിട്ട് അടുത്ത ലൈനിൽ എന്ത് ചെയ്യുക, A = SSC ഡോട്ട് നെക്സ്റ്റ് ഇൻഡ് ഓഫ് B = SSC ഡോട്ട് നെക്സ്റ്റ് ഇൻഡ് ഓഫ്. അങ്ങനെ 2 നമ്പർ ഒരുമിച്ച് അങ്ങനെ റീഡ് ചെയ്യാം, തെറ്റൊന്നുമില്ല. ഇനി നമുക്ക് ഡിഫറെൻറ്റ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അഡീഷൻ പെർഫോം ചെയ്യാം. സോ റിസൾട്ട് നല്ല RES എന്നുള്ള വേരിയബിളിനകത്തോട്ട് ആഡ് ചെയ്ത റിസൾട്ട് സ്റ്റോർ ചെയ്തു. ഇനി നമുക്ക് ആ റിസൾട്ട് പ്രിന്റ് ചെയ്യണം. തൽക്കാലത്ത് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യാണ്. system.out.println of the result of addition is എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ആ റിസൾട്ട് പ്രിന്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ ഒരു സ്ട്രിങ്ങിൻ്റെ കൂടെ ഒരു സ്ട്രിങ് ആണ്, ഡബിൾ കോട്ടിനുള്ളിലാണ് കൊടുത്തിട്ടുള്ളത്. അതോടുകൂടെ RES എന്നുള്ള വേരിയബിളിനകത്തുള്ള വാല്യൂ ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. ഇതേപോലെ ബാക്കിയുള്ള ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യാം. അതായത് ഡിവിഷന് subtraction, result of subtraction is എന്ന് പറഞ്ഞിട്ട് ആ റിസൾട്ട് പ്രിന്റ് ചെയ്യാം. ദെൻ മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്യാം. റിസൾട്ട് = A*B, ആ റിസൾട്ട് പ്രിന്റ് ചെയ്യാം. റിസൾട്ട് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് ഇതേപോലെ എന്ത് ചെയ്യാം, ഡിവിഷന് പെർഫോം ചെയ്യാം. റിസൾട്ട് = A/B. result equal to A/B. The result of division is എന്നിട്ട് അത് പെർഫോം ചെയ്യാം. അപ്പോൾ ഇവിടെയുള്ള ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എയും ബിയും ഇൻറ്റിജർ വാല്യൂസ് ആണ്. അപ്പോൾ ഇൻറ്റിജർ വാല്യൂസ് ഇൻറ്റിജർ ബൈ ഇൻറ്റിജർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ടും ഇൻറ്റിജർ ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് A 10 എന്നുള്ള വാല്യൂ കൊടുത്തു, B 20 കൊടുത്തു എന്ന് കരുതുക. സോ 10/20 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് 0.5 ആണ്. അപ്പോൾ 0.5 എന്നുള്ളത് ഇവിടെ ഇൻറ്റിജർ ബൈ ഇൻറ്റിജർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ടിനകത്ത് ഇൻറ്റിജർ വാല്യൂ ആണ് ഉണ്ടാവുക. അപ്പോൾ അവിടെ 0.5ന് ഇൻറ്റിജർ പാർട്ട്, അതായത് 0 എന്നുള്ള റിസൾട്ട് ആയിരിക്കും വരിക. ആ പോയിന്റിന് ശേഷമുള്ള വാല്യൂ കിട്ടില്ല. അപ്പോൾ കറക്റ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, ഈ റിസൾട്ടിനെ എന്ത് ചെയ്യണം, ടൈപ്പ് കാസ്റ്റ് ചെയ്യണം. അതായത് ഒരു ടൈപ്പിൽ നിന്ന് വേറെ ടൈപ്പിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഒന്നുകിൽ എനെ ടൈപ്പ് കാസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ബിനെ ടൈപ്പ് കാസ്റ്റ് ചെയ്യാം. തൽക്കാലം നമുക്ക് എനെ ടൈപ്പ് കാസ്റ്റ് ചെയ്യാം. അപ്പോൾ ടൈപ്പ് കാസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ഇവിടെ ബ്രാക്കറ്റിൽ ഫ്ലോട്ട് എന്ന് കൊടുത്താൽ മതി. അപ്പോൾ എന്തായി, എ എന്നുള്ള വേരിയബിളിനെ ഫ്ലോട്ടിംഗ് പോയിന്റിലോട്ട് ടൈപ്പ് കാസ്റ്റ് ചെയ്യും, ദെൻ അതിനെ ബി ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഫ്ലോട്ടിംഗ് പോയിന്റ് റിസൾട്ടാണ് കിട്ടുക. ഓക്കെ, പക്ഷെ ഇവിടെ റിസൾട്ട് എന്നുള്ളത് ഇൻറ്റിജർ ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ റിസൾട്ടിനെ ഫ്ലോട്ട് ആക്കിയിട്ട് ഡിക്ലെയർ ചെയ്യണം. സോ ഫ്ലോട്ട് റിസൾട്ട്. ഓക്കെ, ഇത് നമുക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്യുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളെ ഈ മെയിൻ ഫംഗ്ഷന് ഏത് ക്ലാസിൻ്റെ ഉള്ളിലാണോ എഴുതിയിട്ടുള്ളത് ആ ക്ലാസിൻ്റെ പേരായിരിക്കണം ഫയൽ നെയിം. ഇവിടെ ക്ലാസിൻ്റെ പേര് എക്സാമ്പിൾ എന്നാണ്. സോ example.java എന്നായിരിക്കണം ഫയൽ നെയിം. നമുക്ക് ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യാം. ഞാനിവിടെ വിൻഡോസ് ആണ് യൂസ് ചെയ്യുന്നത്. example.java. അപ്പോൾ ഡെസ്ക്ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ ആ ഫയൽ അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ദെൻ വിൻഡോസിൽ CMD എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, കമാൻഡ് പ്രോംപ്റ്റ്. നിങ്ങൾക്ക് ലിനക്സ് ആണെങ്കിൽ ടെർമിനലിൽ യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ വിൻഡോസ് ആണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഡെസ്ക്ടോപ്പിലോട്ട് സ്വിച്ച് ചെയ്യണം, കാരണം നമ്മൾ പ്രോഗ്രാം എടുക്കുന്നത് ഡെസ്ക്ടോപ്പിലാണ്. ഇവിടെ ജാവാസി എന്നുള്ള കമാൻഡ് യൂസ് ചെയ്തിട്ട് പ്രോഗ്രാമിനെ കമ്പൈൽ ചെയ്യാം. എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കാണിച്ചു തരും, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബ്ലാങ്ക് ലൈൻ ആയിരിക്കും വരിക. ഓക്കെ, നമ്മളെ പ്രോഗ്രാമിനകത്ത് മിസ്റ്റേക്ക് ഒന്നുമില്ല. ഇനി ഇത് റൺ ചെയ്യാൻ ജാവ എക്സാമ്പിൾ ഇത്രയും കൊടുത്താൽ മതി. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ എൻ്റർ ദ ഫസ്റ്റ് നമ്പർ നമുക്ക് 10 കൊടുക്കാം. എൻ്റർ ദ സെക്കൻഡ് നമ്പർ 20 കൊടുക്കാം. ദ റിസൾട്ട് ഓഫ് അഡീഷൻ ഈസ് 30. ദ റിസൾട്ട് ഓഫ് സബ്ട്രാക്ഷൻ ഈസ് -10. ദ റിസൾട്ട് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് 200. ദ റിസൾട്ട് ഓഫ് ഡിവിഷൻ ഈസ് 0.5. ഓക്കെ, നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യന് നമുക്ക് ഒരു കാൻഡിഡേറ്റിൻ്റെ ഏജ് എൻ്റർ ചെയ്തിട്ട് ആ കാൻഡിഡേറ്റ് വോട്ട് ചെയ്യാൻ എലിജിബിൾ ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാനുള്ള പ്രോഗ്രാമാണ്. നമുക്ക് കാര്യം ചെയ്യാം, ഇതേ പ്രോഗ്രാം തന്നെ എഡിറ്റ് ചെയ്യാം. ഇവിടെ കാൻഡിഡേറ്റിൻ്റെ ഏജ് ആണ് ഫസ്റ്റ് റീഡ് ചെയ്യേണ്ടത്. സോ വേരിയബിളിൻ്റെ പേര് ഏജ് എന്ന് കൊടുക്കാം, വേരിയബിളിൻ്റെ നെയിം ഏജ് എന്ന് കൊടുക്കാം. നമുക്ക് സ്കാനർ ഒബ്ജക്റ്റ് വേണം കീബോർഡിൽ നിന്ന് വാല്യൂ റീഡ് ചെയ്യാൻ. സോ എൻ്റർ ദ ഏജ് എന്ന് കൊടുക്കാം. എൻ്റർ ദ ഏജ് ഓഫ് ദി കാൻഡിഡേറ്റ്. അപ്പോൾ അത് ഏജ് എന്നുള്ള വേരിയബിളിനകത്ത് വേണം വാല്യൂ റീഡ് ചെയ്യാൻ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് തൽക്കാലം ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയായി കഴിഞ്ഞാൽ ഏജ് റീഡായി. ഇനി ഈ ഏജിനെ ബേസ് ചെയ്തിട്ട് വേണം ആ കാൻഡിഡേറ്റ് വോട്ട് ചെയ്യാൻ എലിജിബിൾ ആണോ അല്ലെന്ന് ചെക്ക് ചെയ്യാൻ. നിങ്ങൾക്കറിയാം, ഒരു കാൻഡിഡേറ്റ് അയാളെ ഏജ് 18 എത്തുമ്പോഴാണ് അയാൾ വോട്ട് ചെയ്യാൻ എലിജിബിൾ ആവുക.
സോ ഒരു ഇഫ് കണ്ടീഷൻ കൊടുക്കാം. ഇതൊക്കെ നിങ്ങൾ സി പ്രോഗ്രാമിനകത്ത് പഠിച്ച അതേ സിന്റാക്സിനാണ് ഇവിടെ യൂസ് ചെയ്യാം. സോ ഇഫ് ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 ആണെങ്കിൽ എന്താണ് നമുക്ക് എന്ത് ചെയ്യാം, പ്രിന്റ് ചെയ്യാം. ഹി ഈസ് എലിജിബിൾ ടു വോട്ട് എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യാം. ഹി ഈസ് എലിജിബിൾ ടു വോട്ട്. ഓക്കെ, എലിജിബിൾ ടു വോട്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, എൽസ് എന്ത് ചെയ്യണം, ഹി ഈസ് നോട്ട് എലിജിബിൾ എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യണം. ഹി ഈസ് നോട്ട് എലിജിബിൾ. ഇത് സേവ് ചെയ്തൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. പ്രോഗ്രാം കമ്പൈൽ ചെയ്യുക. ഫസ്റ്റ് ജാവ സി എക്സാമ്പിൾ ഡോട്ട് ജാവ. സക്സസ്ഫുൾ കമ്പൈലേഷൻ ആണ്, എറർ ഒന്നുമില്ല. പ്രോഗ്രാമിനെ കമ്പൈൽ ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യാം. എൻ്റർ ദി ഏജ് ഓഫ് ദി കാൻഡിഡേറ്റ്. നമുക്ക് 20 കൊടുത്ത് നോക്കാം. 20 എടുത്തു കഴിഞ്ഞാൽ ഹി ഈസ് എലിജിബിൾ ടു വോട്ട് എന്ന് വന്നിട്ടുണ്ട്. അടുത്തത് നമുക്ക് വേറൊരു ഏജ് കൊടുത്ത് നോക്കാം. 15 കൊടുത്ത് നോക്കാം. 15 കൊടുക്കുമ്പോൾ ഹി ഈസ് നോട്ട് എലിജിബിൾ ടു വോട്ട് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ. ഇനി നമുക്ക് സ്ക്രീൻ ക്ലിയർ ചെയ്യാം. CLS. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യന് ഒരു നമ്പർ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പർ പ്രൈം നമ്പർ ആണോ അല്ലെന്ന് ചെക്ക് ചെയ്യാനുള്ള പ്രോഗ്രാമാണ്. ലൂപ്പിൻ്റെ കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് പ്രോഗ്രാം ചെയ്യണം. അപ്പോൾ ഇവിടെ ലൂപ്പിൻ്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് വൈൽ ലൂപ്പ് യൂസ് ചെയ്യാം, ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം. ഇതെല്ലാം സി പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യുന്ന അതേ സിൻടാക്സ് തന്നെയാണ്. സോ അതിൻ്റെ തിയറട്ടിക്കൽ ക്ലാസ് ഞാൻ എടുക്കുന്നില്ല, ഞാൻ ജസ്റ്റ് പ്രോഗ്രാമിലൂടെ അത് പറഞ്ഞു തരാം. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് നമ്പർ റീഡ് ചെയ്യണം, അതായത് ചെക്ക് ചെയ്യേണ്ട നമ്പർ റീഡ് ചെയ്യണം. സോ അതിന് വേണ്ടി ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. ഇത് നമുക്കൊരു ഫ്ലാഗ് വേരിയബിൾ വേണ്ടി വരും. അത് എന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് പറയാം. അത് തൽക്കാലം 0 ആക്കിയിട്ട് സെറ്റ് ചെയ്യാം. ദെൻ ലൂപ്പ് ഇറ്ററേറ്റ് ചെയ്യാൻ ഒരു ഐ എന്നുള്ളൊരു വേരിയബിളും വേണ്ടി വരും. ഇനി നമുക്ക് ഫസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ള നമ്പർ യൂസറുടെ നിന്ന് റീഡ് ചെയ്യണം. സോ എൻ്റർ ദ നമ്പർ ടു ബി ചെക്ക്ഡ്. ഓക്കെ, അത് നം എന്നുള്ള വേരിയബിളിനകത്തോട്ട് റീഡ് ചെയ്യുക. ഏജിന് വരെ നം ആക്കാം. ഇനി നമുക്ക് വേണ്ടത് അതിൻ്റെ പ്രോഗ്രാം ലോജിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, ഒരു നമ്പർ പ്രൈം ആണോ അല്ലെന്ന് ചെക്ക് ചെയ്യാൻ സിമ്പിളായിട്ടുള്ള ലോജിക്ക് എന്താ വെച്ചാൽ ആ നമ്പറിനെ 2 മുതൽ ആ നമ്പർ -1 വരെയുള്ള നമ്പറുമായിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ തൽക്കാലം ഇവിടെ തന്നെ ടൈപ്പ് ചെയ്യാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് 15 എന്നുള്ള നമ്പർ പ്രൈം ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ 15 ആദ്യം 15/2 ചെയ്ത് നോക്കുക. റിമൈൻഡർ 0 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നെ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യാം. ആ നമ്പർ പ്രൈം അല്ല എന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു പ്രോഗ്രാമിനകത്ത് റിമൈൻഡർ കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് മോഡുലസ് സിമ്പിളാണ്. അപ്പോൾ റിമൈൻഡർ 0 കിട്ടുകയാണെങ്കിൽ നമുക്ക് പ്രോഗ്രാം അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യാം. അത് പ്രൈം അല്ല എന്ന് നമുക്ക് പറയാം. അത് കറക്റ്റ് ഡിവൈഡ് ചെയ്ത് പോകാൻ പാടില്ല. അടുത്തത് 15നെ എന്ത് ചെയ്യുക, 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോഴും റിമൈൻഡർ 0 വരാൻ പാടില്ല. റിമൈൻഡർ 0 ആവാൻ പാടില്ല. 0 ആയി കഴിഞ്ഞാൽ നമുക്ക് പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യാം. അടുത്തത് 15നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ എന്ത് ചെയ്യുക, 15നെ 14 വരെ ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇവിടെ ഈ ഒരു ഇറ്ററേഷനിൽ ഈ ഒരു സ്റ്റെപ്പ് എത്തുമ്പോൾ തന്നെ എന്തായി, റിമൈൻഡർ 0 ആയി. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യാം. 15 mod 3 ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആകും. കാരണം 5 പ്രാവശ്യം കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് പോകും. 5 കിട്ടുന്ന റിസൾട്ട്. അപ്പോൾ 15 mod 3 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് 0 ആണ്. കാരണം ഇതിൽ 3 കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് പോകും. കാരണം 15/3 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 കിട്ടും. അപ്പോൾ നമുക്ക് പ്രോഗ്രാം ഇവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യാം. അല്ലാത്ത കേസിൽ നിങ്ങൾക്ക് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് 15നെ അതേ നമ്പർ -1 വരെ ഡിവൈഡ് ചെയ്ത് നോക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ ആ ലൂപ്പ് 2 മുതൽ n-1 വരെ, നമ്പർ -1 വരെ ചെയ്ത് നോക്കേണ്ടി വരും. അതൊരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് നിങ്ങൾക്ക് n-1 വരെ ഡിവൈഡ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ആ നമ്പർ /2 വരെ ചെയ്ത് നോക്കിയാൽ തന്നെ ഏകദേശം നിങ്ങൾക്ക് റിസൾട്ട് മനസ്സിലാകും. അപ്പോൾ 15/2 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 7 ആണ്, കറക്റ്റായിട്ട് ഇൻറ്റിജർ ഡിവിഷൻ ആണെന്നുണ്ടെങ്കിൽ. സോ 15 mod 7 വരെ ചെയ്ത് നോക്കിയാൽ മതി. 15 mod 7 വരെ ചെയ്താൽ മതി. അത്രയും ലൂപ്പ് ഹൈഡ്രേറ്റ് ചെയ്താൽ മതി. കാരണം ഇത്രയും ഇങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. പ്രോഗ്രാം എക്സിക്യൂഷൻ ഒന്നും കൂടി ഫാസ്റ്റ് ആക്കാം. സോ 15 mod 7 വരെ ചെയ്ത് ഇതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും 0 റിമൈൻഡർ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോഗ്രാം അവിടെ സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് പ്രിന്റ് ചെയ്യാം അത് പ്രൈം അല്ല എന്നുള്ളത്. അതല്ല 7 വരെ പോയിട്ടും റിമൈൻഡർ 0 വരുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഈ എല്ലാ ഇറ്ററേഷനിലും റിമൈൻഡർ എന്തെങ്കിലും ഒരു റിമൈൻഡർ വരികയാണ്, 0 അല്ലാത്തൊരു വാല്യൂ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്താണ്, ആ നമ്പർ പ്രൈം ആണെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 13ന്റെ കേസിൽ 13നെ 2 മുതൽ എന്ത് ചെയ്യാം, 6 വരെ ഡിവൈഡ് ചെയ്ത് നോക്കാം. അതായത് 13/2 വരെ ഡിവൈഡ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഈ എല്ലാ ഇറ്ററേഷനിലും റിമൈൻഡർ 0 വരില്ല, എന്തെങ്കിലും ഒരു വാല്യൂ വരും. സോ നമുക്ക് പറയാൻ പറ്റും 13 എന്നുള്ളത് ഒരു പ്രൈം നമ്പർ ആണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അത് രണ്ടാമത്തെ മെത്തേഡ്. ഇനി മൂന്നാമത്തെ മെത്തേഡ് നിങ്ങൾക്ക്
n/2 വരെയും പോകേണ്ട ആവശ്യമില്ല, സ്ക്വയർ റൂട്ട് ഓഫ് ദാറ്റ് നമ്പർ വരെ പോയാൽ മതി. ഓക്കെ, തൽക്കാലം നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് ചെയ്യാം, അതായത് നമ്പർ ബൈ 2 വരെ ചെയ്ത് നോക്കാം ഇറ്ററേഷൻ. അപ്പോൾ നമുക്കിവിടെ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യണം. സോ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ തൽക്കാലം ഞാൻ ഫോർ ലൂപ്പാണ് യൂസ് ചെയ്യുന്നത്. ഫോർ ലൂപ്പ് സി പ്രോഗ്രാമിനകത്ത് പഠിച്ച അതേ സിൻടാക്സ് തന്നെയാണ്, അതിൽ നിങ്ങൾക്ക് വൈൽ ലൂപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം. സോ ഐൻ്റെ വാല്യൂ 2 മുതൽ സ്റ്റാർട്ട് ചെയ്യണം. ഇതിന് ഐൻ്റെ വാല്യൂ ഏതുവരെ പോകണം? n/2 വരെ പോകണം, num/2 വരെ പോകണം. ലെസ് ദാൻ കൊടുത്താലും കുഴപ്പമില്ല, ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൊടുക്കേണ്ട ആവശ്യമില്ല. ദെൻ i++. അപ്പോൾ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്തു, ലൂപ്പ് ഇവിടെ നിന്ന് എൻഡ് ചെയ്തു. ഓക്കെ, ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ചെയ്യേണ്ടത് ആ നമ്പറിനെ 2 മുതലാണ് നമുക്ക് ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് i = 2 മുതൽ തുടങ്ങിയത്. സോ നമ്പർ മോഡ് ഐക്ക് ഇനീഷ്യലി 2 കിട്ടും, അടുത്ത ഇറ്ററേഷനിൽ 3 കിട്ടും, 4 കിട്ടും, 5 കിട്ടും, 6 കിട്ടും, അതങ്ങനെ റിപ്പീറ്റ് ആയിട്ട് പോകും. അപ്പോൾ ഈ ഒരു ഇറ്ററേഷനിൽ എപ്പോഴെങ്കിലും 0 വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രോഗ്രാം അവിടെ സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ നമുക്ക് ഫർദർ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അപ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റും അത് എന്താണ്, അത് പ്രൈം അല്ല എന്ന് പറയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഇവിടെ ഫ്ലാഗ് = 0 ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനീഷ്യലി. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഇറ്ററേഷനിൽ 0 കിട്ടിക്കഴിഞ്ഞാൽ ഫ്ലാഗിന് എന്ത് ചെയ്യുക, 1 ആക്കി മാറ്റുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ലൂപ്പിൽ നിന്ന് ബ്രേക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യണം. അതായത് ഈ കണ്ടീഷൻ ഫാൾസ് ആവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അടുത്ത നമ്പർ ഡിവൈഡ് ചെയ്ത് നോക്കുക. എഗെയിൻ ഫാൾസ് ആണെങ്കിൽ അടുത്ത നമ്പർ ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ അതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഏതെങ്കിലും സിറ്റുവേഷനിൽ =0 വന്നു കഴിഞ്ഞാൽ ഇതിനുള്ളിലോട്ട് കയറും, അപ്പോൾ ഫ്ലാഗിൻ്റെ വാല്യൂ 1 ആകും. ഇനി നമുക്കിവിടെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, ഫ്ലാഗിൻ്റെ വാല്യൂ 1 ആയിക്കണോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇഫ് ഫ്ലാഗ് == 1 ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്ത്, system.out.println of the number is not prime. ഓക്കെ, നമ്പർ പ്രൈം അല്ല എന്നുള്ളത്, കാരണം ഇതിനുള്ളിലോട്ട് കയറുമ്പോഴാണ് ഫ്ലാഗിൻ്റെ വാല്യൂ 1 ആകുക. അതായത് ഡിവിഷനിൽ 0 വന്നു കഴിഞ്ഞാൽ ഇതിനുള്ളിലോട്ട് കയറി എന്നുള്ള മീനിങ് ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്ത്, ഫ്ലാഗിൻ്റെ വാല്യൂ സ്റ്റിൽ 0-ൽ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്ത്, ദ നമ്പർ ഈസ് പ്രൈം എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യാം നമുക്ക്. ദ നമ്പർ ഈസ് പ്രൈം. ഇതൊന്ന് സേവ് ചെയ്തിട്ട് ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. എക്സിക്യൂട്ട് ചെയ്യാൻ ജാവാ സി കമാൻഡ് തന്നെയാണ് യൂസ് ചെയ്യുക. പ്രോഗ്രാമിനകത്ത് മിസ്റ്റേക്ക് ഒന്നുമില്ല. ഇനി എന്ത് ചെയ്യണം, നമുക്കത് എക്സിക്യൂട്ട് ചെയ്യണം. ജാവ എക്സാമ്പിൾ, എൻ്റർ ദ നമ്പർ ടു ബി ചെക്ക്ഡ്. 15 കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രൈം അല്ല, കാരണം ഡിവിഷൻ ബൈ 3 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് 0 കിട്ടും. മോഡുലസ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് 0 കിട്ടും. നമ്പർ ഈസ് നോട്ട് പ്രൈം. നമുക്കൊരു നമ്പർ കൂടി ചെക്ക് ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ 17 കൊടുത്തു നോക്കാം. ദ നമ്പർ ഈസ് പ്രൈം. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യന് നമുക്ക് പ്രോഗ്രാം ടു ചെക്ക് വെദർ എ സ്ട്രിങ് ഈസ് പാലൻഡ്രോം ഓർ നോട്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു സ്ട്രിങ് പാലൻഡ്രോം ആണോ അല്ലെന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ ആ സ്ട്രിങ്ങിൻ്റെ റിവേഴ്സ് എടുത്തിട്ട് എന്ത് ചെയ്യണം, റിവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ സെയിം സ്ട്രിങ് തന്നെ കിട്ടുകയാണെങ്കിൽ, അതായത് യൂസർ ഇൻപുട്ട് ചെയ്ത സെയിം സ്ട്രിങ് തന്നെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ സ്ട്രിങ് പാലൻഡ്രോം ആണ്. അതായത് ഫോർ എക്സാമ്പിൾ മലയാളം എന്നുള്ളത് മലയാളത്തിനെ തിരിച്ചിട്ടാൽ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് മലയാളം തന്നെയാണ് കിട്ടുക. സോ മലയാളം ഈസ് എ പാലൻഡ്രോം സ്ട്രിങ്. അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് സ്ട്രിങ് ഫസ്റ്റ് റീഡ് ചെയ്യണം. സ്ട്രിങ് റീഡ് ചെയ്യാൻ എനിക്കിവിടെ വേരിയബിൾ സ്ട്രിങ് ആക്കിയിട്ട് ഡിക്ലെയർ ചെയ്യണം. ഇൻറ്റിജർ അല്ല, സ്ട്രിങ് ആണ്. സോ സ്ട്രിങ് str ഒരു സ്ട്രിങ് വേരിയബിൾ വേണം. അതുപോലെ തന്നെ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കാണേണ്ടി വരും. ഇവിടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കണ്ടിട്ട് ആ സ്ട്രിങ്ങിൻ്റെ ഓരോ ക്യാരക്ടർ എടുത്തിട്ട് നമ്മൾ റിവേഴ്സ് എന്നുള്ള വേരിയബിളിനകത്തോട്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്യാം. അപ്പോൾ നമുക്ക് റിവേഴ്സ് എന്നുള്ളൊരു വേരിയബിളും യൂസ് ചെയ്യാം. റിവേഴ്സ് എന്നുള്ള ഇനീഷ്യലി എംപ്റ്റി ആക്കി വെക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്ട്രിങ്ങിനകത്ത് നമ്മൾ ഒറിജിനൽ സ്ട്രിങ് റീഡ് ചെയ്യും, അതിൽ നിന്ന് ഓരോ ക്യാരക്ടർ എടുത്തിട്ട് എന്ത് ചെയ്യും, റിവേഴ്സിലോട്ട് ഇങ്ങനെ ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സ്ട്രിങ്ങിനകത്ത് നിന്ന് ലാസ്റ്റ് ക്യാരക്ടർ എടുത്തിട്ട് ഇതിലോട്ട് ഫസ്റ്റ് ആഡ് ചെയ്യാം, ദെൻ സെക്കൻഡ് ലാസ്റ്റ് എടുത്തിട്ട് ഇതിലോട്ട് ആഡ് ചെയ്യാം, അതങ്ങനെ ആഡ് ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് ക്യാരക്ടർ എത്ര ഉണ്ട് എന്നുള്ളത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ട്രിങ്ങിൻ്റെ ലെങ്ത് റീഡ് ചെയ്യേണ്ടി വരും. സോ LE എന്നുള്ള ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം ലെങ്ത് കിട്ടാനും വേണ്ടിയിട്ട്. ഇതുപോലെ തന്നെ എൻ്റർ ദ സ്ട്രിങ് ടു ബി ചെക്ക്ഡ് നോക്കാം. എൻ്റർ ദ സ്ട്രിങ് ടു ബി ചെക്ക്ഡ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു സ്ട്രിങ് റീഡ് ചെയ്യാൻ നെക്സ്റ്റ് ഇൻ്റ് അല്ല, നെക്സ്റ്റ് ലൈൻ ആണ് യൂസ് ചെയ്യുക. ഒരു സ്ട്രിങ് റീഡ് ചെയ്യാൻ നെക്സ്റ്റ് ലൈൻ ആണ് റീഡ് ചെയ്യുക. നെക്സ്റ്റ് ലൈൻ എന്നുള്ള ഫംഗ്ഷനാണ് യൂസ് ചെയ്യുക. അത് str എന്നുള്ള വേരിയബിളിനകത്തോട്ട് റീഡ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ മെയിൻ സ്ട്രിങ് റീഡ് ചെയ്തു. തൽക്കാലം ഇത്രയും കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്യാം. മെയിൻ സ്ട്രിങ്ങിനകത്തോട്ട് റീഡ് ചെയ്തു.
ഇനി നമുക്ക് സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കാണണം. സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കാണാൻ നമ്മൾ LEN എന്നുള്ള വേരിയബിൾ നേരത്തെ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ LEN ഈക്വൽ ടു ഇവിടെ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കാണാൻ നമുക്ക് ലെങ്ത് എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. സോ ആദ്യം ഒബ്ജക്റ്റ് പറഞ്ഞു കൊടുക്കുക ഡോട്ട് ലെങ്ത്, അതായത് STR എന്നുള്ള ഒബ്ജക്റ്റിൻ്റെ ഇതിനകത്താണ് നമ്മൾ മെയിൻ സ്ട്രിങ് ഉള്ളത്, അതിൻ്റെ ലെങ്ത് കിട്ടാൻ ലെങ്ത് എന്നുള്ള ഫംഗ്ഷനാണ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്ട്രിങ്ങിൻ്റെ ലെങ്ത്തും കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ആ സ്ട്രിങ്ങിൽ നിന്ന് മെയിൻ സ്ട്രിങ്ങിൽ നിന്ന് ഓരോ ക്യാരക്ടർ എടുത്തിട്ട് അത് റിവേഴ്സിലോട്ട് ഇങ്ങനെ ആഡ് ചെയ്യാം. അപ്പോൾ ക്യാരക്ടർ എടുക്കുമ്പോൾ നമ്മൾ ലാസ്റ്റിൽ നിന്ന് തുടങ്ങുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇൻപുട്ട് ചെയ്യുന്ന സ്ട്രിങ് ഹലോ എന്നാണെങ്കിൽ ആദ്യം ഓ റീഡ് ചെയ്യുക. ഓ റീഡ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യുക, റിവേഴ്സിലോട്ട് ആഡ് ചെയ്യുക. അപ്പോൾ റിവേഴ്സിനകത്ത് എന്തുണ്ടാവും, ഓ ഫസ്റ്റ് വരും. അതായത് STRനകത്ത് നമ്മുടെ കയ്യിൽ ഇനിഷ്യലി ഹലോ ആണുള്ളത്. റിവേഴ്സിനകത്തോട്ട് ആദ്യം ഓ റീഡ് ചെയ്യാം, അതായത് സ്ട്രിങ്ങിൻ്റെ എൻഡിൽ നിന്ന് റീഡ് ചെയ്യാം. ദെൻ അടുത്ത ഇറ്ററേഷനിൽ എന്ത് ചെയ്യുക, എൽ എടുക്കുക, അത് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക. അടുത്തത് എൽ എടുക്കുക, ദെൻ എടുക്കുക, ദെൻ എച്ച് എടുക്കുക. അപ്പോൾ ആ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് വരെ ലൂപ്പ് ഐട്രേറ്റ് ചെയ്യണം. സോ എന്ത് ചെയ്യാം, നമുക്ക് ഫോർ ഐ ഈക്വൽ ടു ആ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. സ്ട്രിങ്ങിൻ്റെ ലെങ്ത് പറഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് 5 ക്യാരക്ടറാണുള്ളത് അല്ലേ. LENനകത്ത് ഇപ്പോൾ 5 എന്നുള്ള വാല്യൂ കിട്ടിയിട്ടുണ്ടായിരിക്കും, കാരണം 5 ക്യാരക്ടറാണുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം സ്ട്രിങ്ങിൻ്റെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 0 1 2 3 4. ഇപ്പോൾ ലാസ്റ്റ് എലമെൻറ്റിൻ്റെ ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആയിരിക്കും. അതായത് ആ ലെങ്ത് -1 ആയിരിക്കും ലാസ്റ്റ് എലമെൻറ്റിൻ്റെ ഇൻഡെക്സ് വരിക. സോ LEN -1 മുതൽ സ്റ്റാർട്ട് ചെയ്യുക. I ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരെ പോകണം. ദെൻ ഓരോ ഇറ്ററേഷനിലും അതിൻ്റെ വാല്യൂ മൈനസ് ചെയ്യണം, കാരണം ഇവിടെ നിന്ന് ബാക്കിൽ നിന്നാണ് ട്രേസ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഓ റീഡ് ചെയ്യണം. അപ്പോൾ ഓയുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ലെങ്ത് -1 ആണ്. അപ്പോൾ ഇതിനകത്ത് ലെങ്ത്തിനകത്ത് 5 എന്നുള്ള വാല്യൂ ഉണ്ട്. സോ ഓയുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 4 ആണ്. ദെൻ 3 2 1 0, അങ്ങനെ 0 വരെ പോകണം. അതുകൊണ്ടാണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരെ പോയത്. ഇത് തിരിച്ച് ബാക്കിലോട്ടാണ് ട്രേസ് ചെയ്യുന്നത്. സോ മൈനസ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഓരോ ക്യാരക്ടർ റീഡ് ചെയ്യണം ഇതിനകത്ത് അല്ലേ. സോ അതിൻ്റെ വാല്യൂ ഇനീഷ്യലി ലെങ്ത് -1 ആണ്. സോ റിവേഴ്സ് ഈക്വൽ ടു ആ റീഡ് ചെയ്യുന്ന വാല്യൂന് എന്ത് ചെയ്യുക, റിവേഴ്സിനകത്തോട്ട് ആഡ് ചെയ്യുക. സോ റിവേഴ്സ് ഈക്വൽ ടു ഓൾറെഡി റിവേഴ്സിലുള്ള വാല്യൂ പ്ലസ് എന്ത് ചെയ്യുക, STR ഡോട്ട് കെയർ അറ്റ് ഓഫ് ഐ ഇങ്ങനെ കൊടുത്താൽ മതി. സോ ഓൾറെഡി ഫസ്റ്റ് ടൈം ഐട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ റിവേഴ്സിനകത്ത് എംറ്റി ആണ്. സോ ഫസ്റ്റ് റിവേഴ്സിനകത്ത് ഓ ആണ് കയറി വരിക. ഫസ്റ്റ് റിവേഴ്സിനകത്ത് ഓ വരും. അടുത്ത ഐട്രേഷൻ വരുമ്പോൾ ഓൾറെഡി ഓ ഉണ്ട് അതിനകത്ത് അതോട് കൂടെ എന്ത് ചെയ്യണം, ഇപ്പോൾ കിട്ടിയ റീഡ് ചെയ്യണ വാല്യൂ ഐൻ്റെ വാല്യൂ എന്താണോ അതങ്ങനെ റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഇപ്പോൾ റിവേഴ്സിനകത്ത് റിവേഴ്സ്ഡ് സ്ട്രിങ് ഉണ്ട്, STRനകത്ത് ഒറിജിനൽ സ്ട്രിങ് ഉണ്ട്. ഇനി എന്ത് ചെയ്യുക, അത് കമ്പയർ ചെയ്യണം. കമ്പയർ ചെയ്യാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഈഫ് കണ്ടീഷൻ യൂസ് ചെയ്യാം. ഈഫ് STR ഡോട്ട് ഈക്വൽസ് എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. STR ഡോട്ട് ഈക്വൽസ് ഓഫ് REV, അതായത് STRനെ REV ആയിട്ട് കമ്പയർ ചെയ്യാണ്. അപ്പോൾ ഇവിടെ STR ഡോട്ട് ഈക്വൽസ് ഓഫ് REV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈക്വൽ ടു ആണെങ്കിൽ ട്രൂ ആണ് റിട്ടേൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈഫ് ഓഫ് ട്രൂ എന്ന് പറഞ്ഞാൽ അത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ആ ഒരു ഈഫ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്, അപ്പോൾ അതിന് താഴെയുള്ള സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. അതല്ലെങ്കിൽ എൽസ് കണ്ടീഷനിലോട്ട് പോകും. സോ ഈഫ് ഓഫ് ട്രൂ, സോ വി നീഡ് ടു പ്രിന്റ് ഇറ്റ് ഈസ് പാലൻഡ്രോം. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് println ഓഫ് the string is, നമുക്ക് പാലൻഡ്രോം എന്ന് പ്രിന്റ് ചെയ്യാം. അല്ലെങ്കിൽ നോട്ട് പാലൻഡ്രോം എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യാം. നോട്ട് പാലൻഡ്രോം ഒന്ന് സേവ് ചെയ്യാം. സേവ് ചെയ്തിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് റൺ ചെയ്ത് നോക്കാം. സോ ജാവാസി എറേഴ്സ് ഉണ്ട്, cannot find symbol caret function str ഡോട്ട് വേരിയബിൾ ഐ ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഓക്കെ, സക്സസ്ഫുൾ കമ്പൈലേഷൻ ആണ്. സ്ക്രീൻ ഒന്ന് ക്ലിയർ ചെയ്യാം. ഇതെന്ന് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ജാവ എക്സാമ്പിൾ എൻ്റർ ദ സ്ട്രിങ് ടു ബി ചെക്ക്. നമുക്ക് മലയാളം എന്ന് കൊടുത്ത് നോക്കാം. പാലൻഡ്രോം, മലയാളം എന്നുള്ളത് പാലൻഡ്രോം ആണ്. ഇനി വേറൊരു വാല്യൂ കൊടുത്ത് നോക്കാം. ASDF എന്നുള്ളത് പാലൻഡ്രോം അല്ല, സോ നോട്ട് പാലൻഡ്രോം. ഓക്കെ, അപ്പോൾ ഇതാണ് 4th ക്വസ്റ്റിൻ്റെ ആൻസർ.
അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനുള്ളത് ഫ്രീക്വൻസി ഓഫ് ഒക്കറൻസ് ഓഫ് എ പർട്ടിക്കുലർ ക്യാരക്ടർ ആണ്. അതായത് ഒരു മെയിൻ സ്ട്രിങ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ട്രിങ്ങിനകത്ത് ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ എത്ര ടൈംസ് ഒക്കർ ചെയ്യുന്നുണ്ട് എന്നുള്ള കൗണ്ട് എടുക്കാനാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പം മെയിൻ സ്ട്രിങ് നമുക്ക് എന്തായാലും വേണം. അതേപോലെ തന്നെ നമുക്കൊരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് റീഡ് ചെയ്യേണ്ടി വരും. ദെൻ നമുക്ക് കൗണ്ട് എന്നുള്ളൊരു വേരിയബിൾ വേണ്ടി വരും. കൗണ്ട് ഈക്വൽ ടു 0 ആക്കി സെറ്റ് ചെയ്യുക. ഇനീഷ്യലി കൗണ്ട് ഈക്വൽ ടു 0 ആക്കി സെറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമുക്കൊരു ക്യാരക്ടർ റീഡ് ചെയ്യേണ്ടി വരും. സോ ക്യാരക്ടർ റീഡ് ചെയ്യാൻ എനിക്ക് കാർ എന്നുള്ള വേരിയബിൾ ഉണ്ട്. കാർ എന്നുള്ള വേരിയബിൾ അത് CH എന്നുള്ള വേരിയബിൾ, കാർ എന്നുള്ള ഡാറ്റ ടൈപ്പ് ഉണ്ട്, CH എന്നുള്ള വേരിയബിൾ ആയിട്ട് ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, ഒരു സ്ട്രിങ് ഐറ്ററേറ്റ് ചെയ്യാൻ I എന്നുള്ള വേരിയബിളും യൂസ് ചെയ്യാം. ഇനി നമുക്കിവിടെ മെയിൻ സ്ട്രിങ് എൻ്റർ ചെയ്യണം. എൻ്റർ ദ മെയിൻ സ്ട്രിങ്. അത് STR എന്നുള്ള വേരിയബിളിനകത്ത് റീഡ് ചെയ്തു. അതേപോലെ നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ക്യാരക്ടറും റീഡ് ചെയ്യണം. അത് CH എന്നുള്ള വേരിയബിളിനകത്ത് റീഡ് ചെയ്യാം. സോ SC ഡോട്ട് നെക്സ്റ്റ് ലൈൻ ഓഫ്, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രിങ് ആണ് റീഡ് ചെയ്യുക. ഒരു സ്ട്രിങ് ആണ് റീഡ് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യണം, അതിൽ നിന്നൊരു ക്യാരക്ടർ എടുക്കണം. സോ ക്യാരറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് 0th ക്യാരക്ടർ എടുക്കുക. നമുക്കൊരു സിംഗിൾ ക്യാരക്ടർ മാത്രം കിട്ടിയാൽ മതി. റീഡ് ചെയ്യുന്ന സ്ട്രിങ്ങിൽ നിന്ന് ഒരു സിംഗിൾ ക്യാരക്ടർ എടുത്താൽ മതി. അതിനാണ് ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ CH എന്നുള്ള വേരിയബിളിനകത്ത് ഒരു സിംഗിൾ ക്യാരക്ടർ കിട്ടി. അപ്പോൾ ഇവിടെ മെയിൻ സ്ട്രിങ് STRലുണ്ട്, ചെക്ക് ചെയ്യേണ്ട ക്യാരക്ടർ CH എന്നുള്ള വേരിയബിളിനകത്തുണ്ട്. ഇനി നമ്മൾ LEN വേരിയബിളിനകത്ത് എന്ത് ചെയ്യുക, ലെങ്ത് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ആ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കണ്ടു. ഇനി നമുക്ക് ലൂപ്പ് ഐറ്ററേറ്റ് ചെയ്യണം. 0th ഇൻഡെക്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. മെയിൻ സ്ട്രിങ്ങിൻ്റെ 0th ഇൻഡെക്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ അത് സ്ട്രിങ്ങിൻ്റെ ലെങ്ത് വരെ പോകണം. പ്ലസ് ചെയ്യാം. ഇനി ഓരോ ഐറ്ററേഷനിലും നമ്മൾ എന്ത് ചെയ്യണം, കമ്പയർ ചെയ്യണം. ഇഫ് STR ഡോട്ട് ക്യാർ അറ്റ് ഓഫ് ith പൊസിഷനിലുള്ള ക്യാരക്ടർ CH ആയിട്ട് കമ്പയർ ചെയ്യണം. കമ്പയർ ചെയ്ത് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കൗണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്യുക. സോ ഒന്നെങ്കിൽ കൗണ്ട് പ്ലസ് യൂസ് ചെയ്യാം, C പ്രോഗ്രാമിനകത്ത് പഠിച്ച പോലെ, അല്ലെങ്കിൽ കൗണ്ട് ഈക്വൽ ടു കൗണ്ട് +1 ചെയ്യാം, അല്ലെങ്കിൽ കൗണ്ട് പ്ലസ് ഈക്വൽ ടു 1 ചെയ്യാം. ഏത് ചെയ്താലും സെയിം ആണ്. കൗണ്ട് ഇൻക്രിമെൻ്റ് ചെയ്തു. അപ്പോൾ ഈ ലൂപ്പ് എൻഡ് ആയി കഴിയുമ്പോൾ ഈ കൗണ്ട് എന്നുള്ള വേരിയബിളിനകത്ത് നമ്പർ ഓഫ് ഒക്കറൻസ് ഉണ്ടായിരിക്കും. ഇനി നമുക്കത് പ്രിന്റ് ചെയ്താൽ മതി. ബാക്കിയുള്ളതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാം. The frequency of occurrence is പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ആ വാല്യൂ ഇവിടെ പ്രിന്റ് ചെയ്യാം. കൗണ്ട് ഇവിടെ പ്രിന്റ് ചെയ്യാം. കൗണ്ട് ഒന്ന് സേവ് ചെയ്തിട്ടൊന്ന് റൺ ചെയ്യാം. JavaC example ഡോട്ട് ജാവ. ഓക്കെ, സക്സസ്ഫുൾ കമ്പൈലേഷൻ ആണ്. എക്സിക്യൂട്ട് ചെയ്യാം. എൻ്റർ ദ മെയിൻ സ്ട്രിങ്. നമുക്ക് ഹലോ വേൾഡ് എന്ന് കൊടുക്കാം. എൻ്റർ ദ ക്യാരക്ടർ. നമുക്ക് ഇതിനകത്ത് L എത്ര ടൈംസ് ഒക്കർ ചെയ്യുന്നുണ്ട് നോക്കാം. സോ ദ ഫ്രീക്വൻസി ഓഫ് ഒക്കറൻസ് ഈസ് 3. L ഇവിടെ 3 പ്രാവശ്യം ഒക്കർ ചെയ്യുന്നുണ്ട് അല്ലേ. 1 2 3. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ തൽക്കാലം നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ നമുക്ക് ക്ലാസ്സിൻ്റെ ബേസിക് കൺസെപ്റ്റും അതുപോലെ ഒബ്ജക്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യാം, ഒരു ക്ലാസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ പ്രോഗ്രാം ചെയ്യാമെന്നുള്ളതൊക്കെ നോക്കാം. ഓക്കെ, താങ്ക് യു.